ഹൗ ടു ഗെറ്റ് മാസ്റ്റേഴ്സ് ഓർ PhD അഡ്മിഷൻ അബ്രോഡ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ വെബിനാർ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതില് പ്രധാനമായിട്ടും നമ്മൾ ഒരു പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ PhDക്കോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മളോട് ചോദിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ഈ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു മാസ്റ്റേഴ്സ് ഡിസർട്ടേഷൻ ആയാലും PhD തീസിസ് ആയാലും അതിന് വേണ്ട റിസർച്ച് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യമായിട്ട് നേരിടേണ്ടി വരിക. രണ്ടാമത്തത് കോൾഡ് മെയിലിംഗ് ആണ്. നമ്മുടെ കോൾഡ് മെയിലിംഗ് ഇൻ ദ സെൻസ്, നമ്മൾ ഒരു സ്ഥലത്ത് PhDക്ക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ചേരുമ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് ഡെസർട്ടേഷനും അതുപോലെ തന്നെ PhD ഡെസർട്ടേഷനും സൂപ്പർവൈസേഴ്സ് വേണം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ PhDക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്തരത്തില് ഒരു കോൾഡ് മെയിൽ, അതായത് നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസ്, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, ഞാൻ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഈ സ്പെസിഫിക് ടോപ്പിക്കിൽ പ്രൊഫസറുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോൾഡ് മെയിൽ നമ്മൾ ഓരോ പ്രൊഫസർക്കും അയക്കാം. അവരത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ PhD റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് പ്രപ്പോസൽ നമുക്ക് അവരെ കാണിക്കാം, അവരുടെ സജഷൻസ് നമുക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ബെറ്റർ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ യൂണിവേഴ്സിറ്റികളും സ്പെസിഫിക് ആയിട്ട് അവർക്ക് ക്രൈറ്റീരിയാസ് ഉണ്ടാവും, എങ്ങനെയാണ് ഇൻടേക്ക് ഓപ്പർച്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ. സോ ഇത്തരത്തിലുള്ള പ്രൊഫസേഴ്സിന്റെ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസ്റ്റേഴ്സ് റിസർച്ച് പ്രപ്പോസൽ അല്ലെങ്കിൽ PhD റിസർച്ച് പ്രപ്പോസൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും ഒരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD അഡ്മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണക്കിലെടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ റിസർച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റിസർച്ച് എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. നമുക്ക് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ UG ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഡെസേർട്ടേഷനോ അല്ലെങ്കിൽ നമുക്ക് വല്ല സമ്മർ ഫെലോഷിപ്പ് സ്കീമുകളോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത് CV-യിലും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിലൊക്കെ കാണിക്കാവുന്നതാണ്. അവരതൊരു റിസർച്ച് എക്സ്പീരിയൻസ് ആയിട്ട് അത് കണക്കാക്കും. ഇൻ കേസ് നിങ്ങൾക്ക് വല്ല കോൺഫറൻസ് പ്രസന്റേഷനുകളോ അല്ലെങ്കിൽ പബ്ലിക്കേഷനുകളോ ഉണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായി നിങ്ങളുടെ ഇൻടേക്കിന്റെ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കും. സോ ഞാൻ ഈ പറയുന്ന പോലെ, മാഡം പറഞ്ഞ പോലെ, ഞാൻ NTU സിംഗപ്പൂരിലാണ് ഞാൻ PhD ചെയ്യുന്നത്. ഞാനിപ്പോ നിലവിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു, ഞാൻ സെക്കൻഡ് ഇയർ ചെയ്യാണ്. സോ സിംഗപ്പൂർ ഇപ്പൊ നിലവിൽ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം US ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സയൻസ് മേഖലയിലും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് മേഖലയിലൊക്കെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്, റിസർച്ചിന് വേണ്ട ഫണ്ടുകൾ. സോ ഇത് UK-യിലും ഒരു പരിധി വരെ പ്രകടനമാണ്. ഈ UK-യിൽ ഈ പറഞ്ഞ പോലെ വളരെ പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള റിസർച്ച് ഫണ്ടുകളൊന്നും നിലവിൽ കൊടുക്കുന്നില്ല. സോ അതാണ് സിംഗപ്പൂരിനെ കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത്. സിംഗപ്പൂർ ഫണ്ട് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഓരോ വർഷവും അവരുടെ സ്റ്റൈപ്പൻഡ് 2 വർഷം കൂടുമ്പോൾ കൂട്ടിയിട്ടും റിസർച്ചിനെ എല്ലാ തരത്തിലും ഫണ്ട് ചെയ്തുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ആക്ഷൻസും ഇതുപോലെ ഈ സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിംഗപ്പൂരിനെ പറ്റി സ്പെഷ്യലി പറയുമ്പോൾ തേർഡ് ഹാപ്പിയസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ആണ്. അതുപോലെ തന്നെ എത്തരത്തിൽ ഭയങ്കര കട്ടിംഗ് എഡ്ജ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈക്വൽ സിംഗപ്പൂർ എന്ന് പറയുന്ന രീതിയിലുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടോ ആയാലും നമ്മുടെ ലാബ് ആയാലും എല്ലാ തരത്തിലും നമുക്ക് ആക്സസ് ചെയ്യാൻ തരത്തിലുള്ള ടെക്നോളജീസ് ഇന്ന് സിംഗപ്പൂരിലുണ്ട്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ പ്രീമിയം ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള ഒരു കൺട്രി ആയിരിക്കും നിലവിൽ സിംഗപ്പൂർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ US-ലും UK-യിലും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ അവിടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരാൻ പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ക്ലാസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എക്സ്പെൻസ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 30 മിനിറ്റ് 1 മണിക്കൂറൊക്കെ ഡെയിലി നടക്കേണ്ടി വരും. ഇപ്പൊ എന്റെ പല സുഹൃത്തുക്കളും UK-യിലും US-ലും PhD ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന സെയിം ഇഷ്യൂ ഇതാണ്, അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിന്റെ ഒരു കുറവ്.
പക്ഷേ സിംഗപ്പൂർ അതിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ സിറ്റി ആയതുകൊണ്ടും ചെറിയ രാജ്യമായതുകൊണ്ടും വളരെ വെൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ എത്തരത്തിലാണോ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളത് അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലൊക്കെ പൈസ പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ഹബ്ബ് കൂടിയാണ്. സോ അതുപോലെ തന്നെ പ്രോക്സിമിറ്റി ടു ഇന്ത്യ. നമുക്ക് കേവലം ഒരു 6 മണിക്കൂർ ട്രാവലേ വരുന്നുള്ളൂ. ഇപ്പോ നമുക്ക് പെട്ടെന്നൊരു എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് മിസ് ചെയ്യില്ല. നമുക്ക് നാട് മിസ് ചെയ്യില്ല എന്നുള്ളൊരു യൂറോപ്യൻ കൾച്ചറിൽ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് നാട് മിസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഒരു സെറ്റപ്പാണ് സിംഗപ്പൂരിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നല്ല സാലറി, നിങ്ങൾ അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല സാലറിയും അതുപോലെ തന്നെ PhD ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നത് പോലെ തന്നെയുള്ള സ്റ്റൈപ്പൻഡും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നിലവിൽ $3000 $3500 ഒക്കെയാണ് നമ്മുടെ PhD സ്റ്റൈപ്പൻഡ് വരുന്നത്. ഇപ്പോൾ ഈക്വൽസ് ഈ പറയുമ്പോൾ $3500 ക്വാളിഫയിങ് എക്സാം കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടുമ്പോൾ ഏകദേശം 2.5 ലക്ഷത്തോളം ഇന്ത്യൻ റുപ്പിയായി. നമ്മള് ഇന്ത്യയിലൊക്കെ PhD ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ അതിന്റെ 4/1 അല്ലെങ്കിൽ 5/1 ഒക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. മാത്രമല്ല ഭയങ്കര അക്കാദമിക് പ്രഷർ ഉണ്ടാവും. നല്ല സൂപ്പർവൈസേഴ്സിനെ കിട്ടിക്കൊള്ളുന്നില്ല. ഇവിടെ അത്തരത്തിലുള്ള ഒരു ടോക്സിക് എൻവയോൺമെന്റോ അത്തരത്തിലുള്ള ഹരാസ്മെന്റോ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു അഷുറൻസ് കൂടിയാണ് സിംഗപ്പൂരിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് വെറൈറ്റീസ് ഓഫ് സ്കോളർഷിപ്സ് അവൈലബിൾ ഇൻ സിംഗപ്പൂർ ആണ്. നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ ഒരു ഫെലോഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആണ് ഉള്ളത്. അതിൽ പ്രധാനമായിട്ട് നമുക്കത് NTU റിസർച്ച് സ്കോളർഷിപ്പ് ആണ്. NTU റിസർച്ച് സ്കോളർഷിപ്പ് മീൻസ് സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഫണ്ടിങ് ആണ്. പക്ഷെ NTUവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് NTUവിന്റെ ഒരു സപ്പോർട്ട് കൂടി കോൺഫറൻസ് ഫണ്ടിങ്ങും അതുപോലെ തന്നെ തീസിസ് ഫണ്ടും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫണ്ടിങ്ങിന് ഒരു കുറവില്ലാത്ത രീതിയിലുള്ള ഫണ്ട് നമുക്ക് സ്കോളർഷിപ്പുകളിൽ നമുക്ക് ഈ NTU റിസർച്ച് സ്കോളർഷിപ്പിലൂടെ കിട്ടും. അതുപോലെ തന്നെ NUS റിസർച്ച് സ്കോളർഷിപ്പ് സെയിം ലൈക്ക് NTU എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതേ സെയിം ഫെസിലിറ്റി തന്നെ NUSും, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ. NTU നിലവിൽ 12ാം റാങ്കിലാണെങ്കിൽ NUS 8ാം റാങ്കിലോ 9ാം റാങ്കിലോ ആണ് നിലവിൽ ഗ്ലോബൽ വെൽത്ത് റാങ്കിങ്ങിൽ. ഈ സെയിം ഇത് പറയുന്ന പോലെ നിങ്ങളുടെ സ്റ്റൈപ്പൻഡ്, നിങ്ങളുടെ ഫുൾ ഫീ വേവർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോൺഫറൻസിന് പോകാനുള്ള ഫണ്ടിങ്, അതുപോലെ തന്നെ തീസിസ് എഴുതാനുള്ള ഫണ്ട്, അതുപോലെ തന്നെ ഫീൽഡ് വർക്കിന് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫണ്ടിങ്ങും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സയൻസ് പഠിക്കുന്ന, പ്രത്യേകിച്ച് സയൻസിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സിംഗ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഫണ്ടിങ് ഉണ്ട്. ഈ സിംഗ എന്ന് പറഞ്ഞാൽ അത് A-സ്റ്റാർ ഗ്രൂപ്പ് കൊടുക്കുന്ന ഫണ്ടാണ്. അതൊരു പ്രൈവറ്റ് ഫണ്ടിങ് ആണ്. അതിന് കൂടെ തന്നെ ഗവൺമെന്റ് സപ്പോർട്ടും ഉണ്ട്. അത് സോഷ്യൽ സയൻസ് മേഖലയിലുള്ളവർക്കല്ല, പക്ഷെ കൂടുതൽ സയൻസ് മേഖലയിലുള്ളവരാണ് അത്തരത്തിൽ പോകുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഗ്ലോബൽ കണക്ട് ഫെലോഷിപ്പുകൾ ഉണ്ട്. ഗ്ലോബൽ കണക്ട് ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് സിംഗപ്പൂരിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ 2 മാസം സ്റ്റേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഗ്ലോബൽ കണക്ട് ഫെലോഷിപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ കോൾഡ് മെയിലിംഗ്, നിങ്ങൾ പ്രൊഫസർക്ക് മെയിൽ അയച്ച് നിങ്ങളുടെ സെയിം റിസർച്ച് ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ, അത് മാസ്റ്റേഴ്സ് ആയാലും PhD ആയാലും ഇത്തരത്തിലുള്ള അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്, ആ പ്രൊഫസർക്ക് പ്രൊജക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Q&A സെക്ഷനിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ NTU സ്പെസിഫിക്കലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഇന്നത്തെ ഗ്ലോബൽ വേൾഡ് റാങ്കിങ്ങിൽ ഹാർവാർഡ്, കേംബ്രിഡ്ജ്, പ്രിൻസ്റ്റൺ പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് കഴിഞ്ഞാൽ 12ാം റാങ്കിങ്ങിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് നാന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ പിക്ചർ, ഇത് അവിടുത്തെ ഒരു ബിൽഡിംഗ് ആണ്, ഹൈവ്, അവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആണ് ഈ ഹൈവ്. അതുപോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞ പ്രീമിയം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇത്തരം ബിൽഡിങ്ങുകളിൽ കിട്ടും.
നിങ്ങൾക്ക് PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓഫീസ്, റൂം ഇതൊക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഹൈലി സ്കിൽഡ് ആൻഡ് സൗണ്ട് പ്രൊഫസേഴ്സും അക്കാദമീഷ്യൻസും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഒരു മിനിമം ഒരു പ്രൊഫസറുടെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ തന്നെ അവരൊന്നുകിൽ ഏതെങ്കിലും ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്തിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്കാദമിക് സൈറ്റേഷനും ഗൂഗിൾ സ്കോളർ ഇൻഡെക്സുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് അവിടെ അവിടെ സൂപ്പർവൈസർ ആയിട്ടും അല്ലെങ്കിൽ തീസിസ് അഡ്വൈസറി കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവുക. രണ്ടാമത് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് വേൾഡ് ക്ലാസ് ലാബ് ആൻഡ് ക്ലാസ് റൂം ഫെസിലിറ്റീസ് ആണ്. ഇപ്പോ നിങ്ങൾ എവിടെ പോവാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഈ NTU ആയാലും NUS ആയാലും വേൾഡ് ക്ലാസ് ലാബ് ആൻഡ് ക്ലാസ് റൂം ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ ആ ലാബിലോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടീവ് അക്കാദമിക് എൻവയോൺമെന്റ്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മുടെ അക്കാദമിക് എൻവയോൺമെന്റ്. നമുക്ക് ഒരു തരത്തിലുള്ള ഹരാസ്മെന്റും നേരിടേണ്ടി വരില്ല. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച് പിന്നെ അവിടെ ചെന്നിട്ടുള്ള മീൻസ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എന്റെ ഡിഗ്രി കഴിഞ്ഞ് ജാമ്യയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇന്റർനാഷണൽ എക്സ്പോഷർ ആണ്. പക്ഷെ നമ്മളൊന്നും ഒരിക്കലും ചടപ്പിക്കാത്ത രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള അക്കാദമിക് എൻവയോൺമെന്റ് ആണ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഈ നാട്ടിലെ പല സൂപ്പർവൈസേഴ്സും പ്രൊഫസേഴ്സും നമുക്ക് തരുന്ന പോലെ പ്രഷർ ഇൻ ദ സെൻസ് അത്തരത്തിലുള്ള പ്രഷർ നമുക്കില്ല. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വർക്കിൽ നമ്മൾ ഭയങ്കര പ്രൊഫഷ്യന്റ് ആയിരിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് അവിടെ ടീച്ചിങ് അസിസ്റ്റന്റ് ഡ്യൂട്ടീസ് ഉണ്ടാവും. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. വർക്കിന്റെ ടൈമിൽ നമുക്കൊരു കോംപ്രമൈസും ഇല്ല. പക്ഷെ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു തരത്തിലുള്ള ഹരാസ്മെന്റും ഒരു തരത്തിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകളൊന്നും നമുക്ക് അവിടെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവസാനമായിട്ട് പറയാനുള്ളത് ഗേറ്റ് വേ ടു ഇന്റർനാഷണൽ കണക്ഷൻസ്. വൺസ് യു ആർ ഇൻ എ ഫോറിൻ യൂണിവേഴ്സിറ്റി, നിങ്ങൾ പിന്നെ ഡീൽ ചെയ്യുന്നത് അവിടെയുള്ള പ്രൊഫസേഴ്സുമായിട്ട്. അവർ കാനഡയിൽ നിന്നുള്ളവരാവാം, US നിന്നുള്ളവരാവാം, UK നിന്നുള്ളവരാവാം, അങ്ങനെ പലതരത്തിലുള്ള നാഷണാലിറ്റീസുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ മെച്ചം പിന്നീടുള്ള നമ്മുടെ യാത്രകളിൽ നിങ്ങളിപ്പോ മാസ്റ്റേഴ്സിനാണെങ്കിൽ പിന്നെ PhDക്കും അല്ലെങ്കിൽ PhD ആണെങ്കിൽ പോസ്റ്റ് ഡോക്ക് ചെയ്യാനും അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ല രീതിയിൽ സഹായകമാകുന്ന ഒരു അക്കാദമിക് എൻവയോൺമെന്റും നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്രൊഫസേഴ്സ്, വളരെ ഫ്രീ ആയിട്ട് നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫുകൾ, അത്തരത്തിലുള്ള വളരെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അക്കാദമിക് എൻവയോൺമെന്റ് തന്നെ നമുക്ക് NTU പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. സോ അതാണ് വളരെ ബേസിക് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ എങ്ങനെ ഒരു റിസർച്ചിലെ അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ഇതിപ്പോ മാഡം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെറിബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലാണ് ഈ ലിങ്ക് ഒക്കെ വരുന്നത്. അപ്പൊ അവരുടെ ക്രാഷ് കോഴ്സുകൾ ഉണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ അക്കാദമിക് പെർസ്പെക്റ്റീവ് വൈഡൻ ചെയ്യാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്രാഷ് കോഴ്സുകൾ എടുത്ത് പഠിച്ച് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആയാലും നിങ്ങളുടെ തിയററ്റിക്കൽ ബേസ് ആയാലും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ പേഴ്സണലി എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് എന്റെ മെയിൽ ID, എന്റെ ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം IDs ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിലോട് കൂടി ചോദിക്കാവുന്നതാണ്. സോ അത്രയാണ് ഇപ്പോ പറയാനുള്ളത്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ നമുക്കൊരു കോൺവെർസേഷൻ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിലും നല്ലത്, ഞാനിപ്പോ ഒരു 20 മിനിറ്റ് സംസാരിച്ചു, ഒരു മോണോലോഗ് ആക്കുന്നതിലും നല്ലത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായിരിക്കും നല്ലത് തോന്നുന്നു. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്.
സോ സാർ പറയുന്നത് നിങ്ങൾക്കിപ്പം എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പുകളൊക്കെ അവൈലബിൾ ആവുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോട് ഈ സമയത്ത് ചോദിക്കാം കേട്ടോ. ഏത് രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പം സാർ നമുക്ക് NTUവിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. അതുപോലെ മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് ചോദിക്കാം. എടോ താൻ എന്തെങ്കിലും സർ സൈക്കോളജിയിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? സൈക്കോളജിയിൽ ഏറ്റവും നല്ല ഓപ്ഷൻസ് യു കെയിലെ ഓക്സ്ഫോർഡ് ഒക്കെ ആയിരിക്കും സൈക്കോളജിയിൽ. NTUലും നല്ല അടിപൊളി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സോഷ്യൽ സയൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റാങ്ക്ഡ് ഡിപ്പാർട്ട്മെന്റ് സൈക്കോളജിയാണ്. ഇനി US ഈ പറഞ്ഞ പോലെ UK, അതുപോലെ തന്നെ ഒരു 24 യൂണിവേഴ്സിറ്റീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് UK, റസൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പില് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഈ ലിവർപൂൾ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്, ഓക്സ്ഫോർഡ്, ഇത്തരത്തിലുള്ള ഒരു 24 യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക്ക്, അതുപോലെയുള്ള 24 യൂണിവേഴ്സിറ്റീസ് അടങ്ങിയ ഒരു ക്ലബ് ഉണ്ട്. സോ അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ NTUവിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ സൈക്കോളജിയിൽ ഉണ്ട്. സൈക്കോളജി ഞാൻ ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് റാങ്ക്ഡ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് NTUവിലുള്ളത്. സോ ഇൻ കേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ US-ലെയും UK യൂണിവേഴ്സിറ്റീസ് ഒക്കെ നല്ല തന്നെയാണ്. NTUവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ US-ലൊക്കെ നിങ്ങൾ PhD ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 വർഷമെങ്കിലും നിങ്ങൾ PhDക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. UK-ലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് PhD ജസ്റ്റ് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗൈഡൻസും ഇല്ലാതെ, കോഴ്സ് വർക്ക് അങ്ങനത്തെ റിക്വയർമെന്റ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ പോകുന്നു, PhD ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കോഴ്സ് വർക്കും ഉണ്ട്. ഫസ്റ്റത്തെ 1.5 വർഷം കോഴ്സ് വർക്കും, പിന്നെയുള്ള 2.5 വർഷം നിങ്ങൾക്ക് ഈ പറയുന്ന റിസർച്ചിലാണ്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ഓരോരുത്തരെയും ഹൈലി സബ്ജക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ. So, will there be any language barriers while conducting research? Once you complete your psychology. So, first question അനുഗ്രഹ ചോദിച്ചത് ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് ബാരിയേഴ്സ് കണ്ടക്ടിങ് റിസർച്ച്. നമുക്കൊരു ബേസിക് ഇംഗ്ലീഷ് നമുക്ക് അറിയണം. അതല്ലാണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇതൊന്നും വേണമെന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ മലയാളം, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലോ CBSEയിലോ ICSEയിലോ ഒന്നും പഠിച്ച ഒരാളല്ല. ഞാൻ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പിന്നെ NTUവിൽ അഡ്മിഷൻ എടുത്ത ആളാണ്. സോ എനിക്ക് അത്തരത്തിലുള്ള നമ്മളൊരു ഹൈലി പ്രൊഫിഷ്യൻസി ഒന്നും നമ്മുടെ ലാംഗ്വേജിൽ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് നമുക്ക് റിസർച്ചിന് ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മളെക്കാൾ ഇന്ത്യൻസ് ആണ് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചൈനീസിനൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനക്കാർക്ക് അവരുടെ ലാംഗ്വേജ് ആണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്, മാൻഡറിനും അതുപോലെ തന്നെ മറ്റ് ചൈനീസ് ലാംഗ്വേജിലും. അവർക്ക് നമ്മുടെ ഒരു 10% പോലും ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ട് അവര് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് ആൾക്കാരായിട്ട് റിസർച്ചിലും ഇൻഡസ്ട്രിയിലും പിടിച്ചു വെക്കുന്നുണ്ടല്ലോ. സോ ലാംഗ്വേജ് ബാരിയർ ഒരു വിഷയമല്ല. അതുപോലെ തന്നെ നിങ്ങൾ PhD കംപ്ലീറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ NTU പോലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കേണ്ടി വരില്ല. ഏതെങ്കിലും ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക് റിസർച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടോ എവിടെയെങ്കിലും നിങ്ങൾക്ക് കയറാൻ പറ്റും.
സിംഗപ്പൂരിലെ നിലവിലെ സാഹചര്യത്തിൽ വർക്ക് കണ്ടുപിടിക്കൽ എല്ലാ ഫീൽഡിലും ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്റ്റിൽ വൺസ് യു ഹാവ് എ ടെർഷറി ഡിഗ്രി നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസും അതിന്റെ സാധ്യതകളും ഒക്കെ വളരെ കൂടുതൽ തന്നെയാണ്. സാർ ഈ സ്കോളർഷിപ്പിന് എങ്ങനെ അപ്ലൈ ചെയ്യാ? ഇപ്പം എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? എന്റെ ഒരു എന്റെ ഒരു ഫ്രണ്ട് യൂറോപ്പിൽ PhD ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പൊ. അപ്പം ആള് വന്നിട്ട് ഒരു റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഓല് നോക്കുന്ന പറഞ്ഞത്. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യാൻ സംതിങ് NTU സ്കോളർഷിപ്പിന് സെപ്പറേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മള് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ, അതായത് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവർ പോർട്ടലിൽ നമ്മളോട് ചോദിക്കും സ്കോളർഷിപ്പിന് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ കോളം ടിക്ക് കൊടുത്താൽ മതി. അതല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ്, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിംഗ സ്കോളർഷിപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഈ സ്കോളർഷിപ്പിന് നമ്മൾ അപ്ലൈ ചെയ്യണം. അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ട്. പക്ഷെ അത് സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ സ്കോളർഷിപ്പിന് സെപ്പറേറ്റ്ലി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പ് വളരെ അത്ര കോമ്പിറ്റന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. UK എനിക്ക് തോന്നുന്നു അത് വർക്ക് ചെയ്യുന്നത്, UK യൂണിവേഴ്സിറ്റി ഫണ്ടിങ് കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ആ റിസർച്ച് പ്രൊപ്പോസൽ വെച്ചിട്ട് സെപ്പറേറ്റ്ലി ഒരു ഗവൺമെന്റ് ഫണ്ടിങ്ങിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് അവിടെ US UK ഒക്കെ നമുക്ക് ഫണ്ടിങ് കിട്ടുന്നത്. അവിടെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പുകളേക്കാൾ പ്രൈവറ്റ് ഫെലോഷിപ്പുകളാണ് കൂടുതൽ സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഫ്രണ്ടിനോട് റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞത്. അതല്ലാണ്ട് വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. NTUവിനെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾക്ക് അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അത് ഡിപ്പെൻസ് ആണ്. ചില സ്ഥലത്ത് 2 ഇന്റർവ്യൂ ഉണ്ടാവും. ഒന്ന് നമുക്ക് അഡ്മിഷന്റെ ഇന്റർവ്യൂ, അതിൽ നിങ്ങൾ ഈ ബേസിക് ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ സബ്ജക്ട് ചൂസ് ചെയ്തത്, എന്താണ് മോട്ടിവേഷൻ, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാം. പിന്നെ സ്കോളർഷിപ്പിന്റെ ഇന്റർവ്യൂവിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പിൽ കിട്ടേണ്ടത്, സ്കോളർഷിപ്പ് അത്രയും മിനിമൽ എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പുകളേ ഉള്ളൂ, അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കിട്ടേണ്ടത്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, നിങ്ങൾക്ക് എത്രത്തോളം ഇത് നെസസറി ആണ് എന്നുള്ളതിന്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പും കിട്ടും. സോ അതാണ് അതിന്റെ ഒരു ആൻസർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. ഇല്ല, JRF ഒക്കെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു JRF ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ CV കാണിക്കാം. എനിക്ക് PhD റിസർച്ച് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഞാൻ JRF ക്ലിയർ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അതും കൂടി ഇപ്പൊ വൺസ് നിങ്ങൾക്ക് JRF ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇത് കിട്ടാനുള്ള ഒരു, അല്ലെങ്കിൽ GRE ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടാനുള്ള നിങ്ങളുടെ വേറെ ഒരുപാട് ക്രൈറ്റീരിയാസ് മാറി കിട്ടും. നിങ്ങൾ സബ്ജക്റ്റിൽ കോമ്പിറ്റന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഇൻടേക്ക് സാധ്യത കൂടും. പക്ഷെ ഈ പറഞ്ഞ പോലെ JRF വേണമെന്നില്ല പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ PhD ചെയ്യാൻ. ഇനി ആർക്കെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഐ തിങ്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം വിചാരിക്കുന്നു. അത്യാവശ്യം കുറച്ച് ബിസി ഷെഡ്യൂളും തിരക്കുള്ള ഒരാളാണ് നമുക്കിപ്പോ ഒരു സെഷന് വന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളവര് ഈ ഒരു അവറിൽ ചോദിച്ചോളൂ. നമുക്ക് ലാഗ് ആക്കരുത് അധികം, എത്രയും പെട്ടെന്ന് തന്നെ ചോദിക്കണം കേട്ടോ.
നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷേ ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. സോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും മേ ബി ഡൗട്ട്സ് വരുന്നുണ്ടാവുക. എന്നാലും മുൻകൂർ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സാറിനായിട്ട് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സാർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. എല്ലായ്പ്പോഴും ഇതുപോലെ അവൈലബിൾ ആയിക്കൊള്ളെന്ന് പറയാൻ പറ്റില്ല. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ത്രൂ മെസ്സേജ്. ഇപ്പം നിങ്ങൾ ചെയ്ത പോലെ തന്നെ ഇൻകോൾ മെസ്സേജസ് ആയിട്ട് പോയാലും മതി, സാർ റിപ്ലൈ തരും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ്. റിയ റാഫേൽ ക്വസ്റ്റ്യൻ, ഈ സ്കോളർഷിപ്പിന് മിനിമം മാർക്സ് ക്രൈറ്റീരിയ ഉണ്ടോ? അതായത് സ്കോളർഷിപ്പ് കിട്ടാൻ ഒരു മിനിമം ഇവർ പറയുന്നത് സെക്കൻഡ് ക്ലാസ് ആണ്. മീൻസ് അവിടുത്തെ സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ CGPA 4 എങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് 5ൽ 4. അങ്ങനെ നമ്മൾ ഇന്ത്യൻ അക്കാദമിക് സിസ്റ്റം 10-ലായതുകൊണ്ട് ഇപ്പോൾ 10 CGPA 5-ൻ്റെത് 10-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 8 CGPA കുറയാത്ത ഒരു CGPA ഉണ്ടെങ്കിൽ, ഒരു ഗ്രേഡ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ സ്കോളർഷിപ്പിന് കൺസിഡർ ചെയ്യപ്പെടും. പക്ഷെ ഒരു 7-ലൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി സാധ്യത, അതുപോലെ തന്നെ ഇത് കിട്ടാനുള്ള ഒരു സാധ്യതകളൊക്കെ കുറയാനാണ് കൂടുതൽ ചാൻസ്. സോ അങ്ങനെ സ്പെസിഫിക് ക്രൈറ്റീരിയ ഒന്നും മാർക്കിലില്ലെങ്കിലും ഒരു 8 ഓർ എബോവ് 8 എന്നുള്ള ഒരു CGPA ഗ്രേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, കറന്റ്ലി ഐ തിങ്ക് ആർക്കും ക്വസ്റ്റ്യൻസ് ഇല്ലാതെ തോന്നുന്നു. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഷെയ്ർ സർ ഫോർ യുവർ വാല്യുബിൾ ടൈം. സോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെബിനാർസും ഇങ്ങനത്തെ എക്സ്പെർട്ടുള്ള ടോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. സോ നമ്മളെ സെറിബ്രോ എന്നുള്ള വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സുകൾ, ആഡ് ഓൺ കോഴ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്. സോ നമ്മളെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന ഇതുപോലെ ജനറൽ സെഷൻസ് ഒരുപാട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ. താങ്ക്സ് ഫോർ ജോയിനിങ് സെറിബ്രോ. എല്ലാവരും നിങ്ങളൊക്കെ കാണാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതൊക്കെ വളരെ നല്ല കാര്യം, എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സോ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൾസോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക്സ് ഫോർ യുവർ ടൈം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഐ തിങ്ക് ഇങ്ങായിരിക്കും ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ തോന്നുന്നു. സോ നിങ്ങൾ അവൈലബിൾ ആയിട്ട് എപ്പോഴും നമ്മളെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഫർദർ ഇതുപോലത്തെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ആരെങ്കിലും ഒരു 2 പേര് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റുമോ? ഒരു ഫീഡ്ബാക്ക് നമുക്കൊന്ന് പറയണം. ആരെങ്കിലും ഒരു 2 പേര് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സർ. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തില്. നമ്മൾ സ്കോളർഷിപ്പ് ആണെങ്കിലും പുറത്ത് യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ഒക്കെ ക്ലിയർ ആയി. താങ്ക് യു സർ.
ഫീഡ്ബാക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാലും മതി, കുഴപ്പമില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ വിഷ്ണു? യെസ് സാർ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു സ്റ്റുഡൻസ് ഫോർ ജോയിനിങ് സെറിബ്രോ. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്നുള്ളത്. ഫീഡ്ബാക്ക് ഈ സാർ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇനി പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ തരാൻ വേണ്ടിയിട്ട് അതൊരു മോട്ടിവേഷനാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എനിവേ, സാറ് നമുക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചതിൽ വളരെ നന്ദിയുണ്ട്. എല്ലാവരുടെ പേരിലും സെറിബ്രോൻ്റെ പേരിലും സ്വസ്തിയുടെ പേരിലൊക്കെ ഞാൻ സാറിനോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പം താങ്ക് യു ഗൈസ്, നിങ്ങളും ഇതിൽ ജോയിൻ ചെയ്തതിന്. എനിവേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? അതെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ.